വെക്കേഷനൊക്കെ ആണല്ലോ പല ആളുകളും ഇപ്പോൾ ഒരു സൗണ്ട് ബാർ വാങ്ങി വീട്ടിലിരുന്നിട്ട് കുറച്ച് നല്ല അടിപൊളി സിനിമകളൊക്കെ ഒരു സിനിമാ തിയേറ്റർ എഫക്റ്റോടെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ പല ആളുകൾക്കും DTS:X വേണം, ചിലർക്ക് ഡോൾബി അറ്റ്മോസ് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു സൗണ്ട് ബാർ നമുക്ക് പരിചയപ്പെട്ടാലോ? അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ജൂക്ക് ബാർ 9890 എന്ന സെബ്രോണിക്സിൻ്റെ 1030 വാട്ടിൻ്റെ ഈ ഒരു കിഡിലൻ സൗണ്ട് ബാർ. ആദ്യം തന്നെ ഈ ഒരു പാക്കേജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാവാം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു വലിയ സൗണ്ട് ബാർ ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു സബ് വൂഫർ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് 2 സാറ്റലൈറ്റ് സ്പീക്കറുകളും ഈ ഒരു പാക്കേജിൽ കാണാം. പിന്നെ കുറച്ച് ആക്സസറീസ് ഉണ്ട്, ജസ്റ്റ് അതും കൂടി നിറഞ്ഞിരിക്കാം. ഇതുപോലെ ഈ ഒരു സൗണ്ട് ബാർ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു റിമോട്ട് പാക്കേജിലുണ്ട്. പിന്നെ സാറ്റലൈറ്റ് സ്പീക്കറുകളിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 അഡാപ്റ്ററുകൾ പാക്കേജിലുണ്ട്. സൗണ്ട് ബാറിലേക്ക് പവർ കണക്ട് ചെയ്യുന്നുള്ള ഒരു AC കോഡ്, ഒരു ഓക്സ് കേബിള്, ഒരു HDMI ഇൻപുട്ട് കൊടുക്കാനുള്ള കേബിള്, പിന്നെ ഈ ഒരു സൗണ്ട് ബാറും സാറ്റലൈറ്റ് സ്പീക്കറും ഭിത്തിയിൽ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബുഷും നെട്ടും ബോൾട്ടൊക്കെ നമുക്ക് പാക്കേജിൽ കാണാം. ഇത് കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡുമാണ് പാക്കേജിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. ഇതിൻ്റെ ഈ ഒരു ബോഡിയൊക്കെ നോക്കി കഴിഞ്ഞാൽ സാധാരണ സെബ്രോണിക്സിൻ്റെ വരുന്ന സൗണ്ട് ബാറുകൾ എന്ന് പറഞ്ഞാൽ ഗ്ലോസി ഫിനിഷാണല്ലേ. എന്നാൽ ഇവിടെ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ഒരു ഫാബ്രിക് ഫിനിഷാണ്. നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു വീട്ടിലാണെങ്കിൽ TV-യുടെ ഒക്കെ താഴെ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 96 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇങ്ങനെ ലെങ്ത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ടേബിളിനോ അല്ലെങ്കിൽ വച്ചിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ അനുസരിച്ചിട്ട് അത് മാച്ച് ചെയ്യുമെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. 3.25 കിലോ വെയിറ്റ് ഉണ്ട് ഈ ഒരു സൗണ്ട് ബാറിന്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ 3 സ്പീക്കറുകളുണ്ട്, 3 ഡ്രൈവറുകൾ. അത് 80 വാട്ടിൻ്റെയാണ്, 6 ഓംസിൻ്റേതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവറുകൾ. ഇനി ഇതിൻ്റെ ടോപ്പിലുമുണ്ട് 2 സ്പീക്കറുകൾ, അത് 70 വാട്ടിൻ്റെ വീതമാണ്. അങ്ങനെ മൊത്തം 5 ഡ്രൈവറുകളാണ് ഈ ഒരു സൗണ്ട് ബാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള, അതായത് AC കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണാം. പിന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കാനും ഓക്സ് ഇൻപുട്ട് കൊടുക്കാനും USB സ്റ്റോറേജ് കണക്ട് ചെയ്യാനും ഒരു HDMI ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടും കാണാം. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട്. അത് നമുക്ക് എല്ലാ കമ്പനികൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു HDMI ഇൻപുട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ARC സപ്പോർട്ടാണ്, അതായത് ഓഡിയോ റിട്ടേൺ ചാനൽ സപ്പോർട്ട്. അത് വെറും ARC അല്ല, EARC സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ TV-യിൽ EARC സപ്പോർട്ടുള്ള ഒരു TV ആണെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് EARC സപ്പോർട്ടുള്ള ഒരു കേബിൾ തന്നെ ഉപയോഗിച്ചാലാണ് നമുക്ക് ഡോൾബി അറ്റ്മോസും DTS:X ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ HDMI കേബിൾ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യരുത്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ആ ഫാബ്രിക് ഫിനിഷിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് 4 കൺട്രോൾ സ്വിച്ചുകൾ കാണാം. പവറും വോളിയും ഒക്കെ അതുപോലെ ഇൻപുട്ടൊക്കെ സെലക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതുകൂടാതെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇരു സൈഡിലുമായിട്ടുള്ള ആ ഒരു റബ്ബർ ഫ്ലാപ്പിന്മേൽ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അതുപോലെ മറ്റൊരു സൈഡിൽ DTS:Xൻ്റെയും ഡോൾബി അറ്റ്മോസിൻ്റെയും ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫർ. നല്ല മാറ്റ് ഫിനിഷുള്ള ഒരു ബോഡിയാണ്. അത് നവോപ്പാൻ പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ തന്നെ ആയിരിക്കുള്ളൂ, അത്തരത്തിലുള്ള ഒരു വുഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോർണറൊക്കെ നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് സബ് വൂഫർ കാണാം. ഈ ഒരു സബ് വൂഫർ അത് 8 ഇഞ്ചിൻ്റെയാണ്, 490 വാട്ട് ഔട്ട്പുട്ടാണ് കമ്പനി ഇതിന് പറയുന്നത്. 3 ഓംസിൻ്റേതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബ് വൂഫർ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയർ വെൻ്റ് കാണാം. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പെയറിംഗ് സ്വിച്ചും ഉണ്ട്, ഒരു USB സ്റ്റോറേജ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്. അതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനുള്ളതാണ്. ആ ഒരു പെയറിംഗ് സ്വിച്ച് മാത്രം നമുക്ക് നമ്മുടെ സൗണ്ട് ബാറായിട്ട് പെയറിംഗ് അങ്ങനെ പോവുകയാണെങ്കിൽ പെയർ ചെയ്യാൻ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് കാണാനില്ല. പിന്നെ ഇതിൻ്റെ ഒരു പവർ കോഡ് ഉണ്ട്, പവർ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വേറെ കണക്ട് ചെയ്യണം. ഇനി ഈ ഒരു സബ് വൂഫറിൻ്റെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ 41 സെൻറ്റിമീറ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്കാണെങ്കിൽ 34 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു 18-19 അടുത്താണ് വരുന്നത്. ഇനി ഈ ഒരു പാക്കേജിലുള്ളത് ഇത്തരത്തിലുള്ള 2 സാറ്റലൈറ്റ് സ്പീക്കറാണ്. ഈ സാറ്റലൈറ്റ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറക് സൈഡിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനോടൊപ്പം 2 അഡാപ്റ്റർ ഉണ്ട്. ആ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഇതിന് പവർ കൊടുക്കണം. ബ്ലൂടൂത്ത് വഴി ഓട്ടോ പെയർ ആയിക്കോളും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ആ ഒരു ഇതിൽ 2 സൈഡ് നോക്കിയാൽ അറിയാം അത് ഫാബ്രിക് ഫിനിഷാണ്. ബാക്കിയൊക്കെ ഒരു മാറ്റ് ഫിനിഷുള്ളൊരു ബോഡിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ആ ഒരു മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു സാറ്റലൈറ്റ് സ്പീക്കർ നമുക്ക് 2 രീതിയിൽ വെക്കാം. ഇതുപോലെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ 2 ഇതിങ്ങനെ ഓരോരുത്തർ ചിലപ്പോൾ ടേബിളും വയ്ക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഭിത്തിയിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഹോൾസും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറകിൽ നമുക്കൊരു സ്വിച്ച് കാണാം. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പുറകിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം റൈറ്റും ലെഫ്റ്റും ചാനൽ മാറിയാണ് സൗണ്ട് കേൾക്കണമെങ്കിൽ നമുക്കത് പരസ്പരം സാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വിച്ച് ഉപയോഗിക്കാം.
പിന്നെ ഒരു C ടൈപ്പ് പോർട്ട് ഉണ്ട്, അത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ പവർ കണക്ട് ചെയ്യാനുള്ള, അതായത് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് സ്പീക്കറിൽ കാണാനാവുക. ഈ സാറ്റലൈറ്റ് സ്പീക്കറിൽ 80 ഓംസിൻ്റെ ഡ്രൈവറാണുള്ളത്. അങ്ങനെ രണ്ടിലും കൂടി 160 വാട്ട് ഔട്ട്പുട്ട്. ഇതിന് 6 ഓംസിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 655 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ വർക്ക് ചെയ്യിക്കുന്നതിനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള റിമോട്ട് കൂടി കമ്പനി പാക്കേജിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ EQ എന്നൊരു ബട്ടൺ കാണാം. 4 പ്രീസെറ്റ് മോഡുകൾ ഇതിലുണ്ട്. അതായത് നമുക്ക് മ്യൂസിക്, മൂവി, ന്യൂസ്, ഗെയിം, അങ്ങനെയുള്ള ആ ഒരു 4 മോഡുകൾ. പിന്നെ ഇത് കൂടാതെ നമുക്ക് ബേസും ട്രബിളും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറുകളുടെ, അതായത് സാറ്റലൈറ്റ് സ്പീക്കറുകളുടെ സൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ ഇതുപോലെ പ്ലസും മൈനസും ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇതിലുള്ളൊരു മെയിൻ ഫങ്ഷൻ. നല്ലൊരു മുഴക്കമുള്ളൊരു ശബ്ദമാണ് ഇതിൽ നിന്ന് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ മോഡുകൾ അനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു EARC കേബിൾ ഉപയോഗിച്ചിട്ട് EARC സപ്പോർട്ടുള്ള ഒരു TVയിൽ നിന്നുമാണ് നമ്മൾ ഫയലുകൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ നല്ല അടിപൊളി സൗണ്ട് എഫക്റ്റ് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കമ്പനി പറയുന്നത് 1030 വാട്ട് RMS ഔട്ട്പുട്ട് എന്നാണ്. അത് ഞാൻ പതിവ് പറയുന്ന പോലെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. പക്ഷേ നമുക്ക് ഇതിൻ്റെ വോളിയം അത് 50-ൽ വയ്ക്കുമ്പോൾ പോലും നല്ല രീതിയിൽ ഒരു വീട്ടിലുള്ളവർക്ക് ക്ഷമിക്കാവുന്ന അല്ലെങ്കിൽ കേൾക്കാവുന്ന പരിധി ലംഘിച്ചിട്ടുണ്ടാവും. അതിനപ്പുറം ശബ്ദം വേണ്ടി വരില്ല. പിന്നെ ഇപ്പോൾ സെബ്രോണിക്സ് ഇന്ന് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോഞ്ചിങ് പ്രൈസായിട്ട് 29,999 ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും വാങ്ങാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടും. കാരണം ഇപ്പോൾ സെബ്രോണിക്സ് കേരളത്തിൽ ഉടനീളം എല്ലായിടത്തും, ഇപ്പോൾ മൈജിയിലായാലും മറ്റുള്ളിടത്തൊക്കെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും വേണമെങ്കിൽ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും. പിന്നെ ഇതിന് 1 വർഷം കമ്പനി വാറണ്ടി പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ സർവീസ് സെൻറ്ററും ഇവിടെ സെബ്രോണിക്സിനുണ്ട്. അപ്പോൾ അതിൻ്റെ സെബ്രോണിക്സിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് ബ്രാൻഡുകൾക്കൊന്നും അങ്ങനെ സർവീസ് സെൻറ്റർ ഇതുപോലെ ഈ സൗണ്ട് ബാർ കൊടുക്കുന്ന കമ്പനികൾക്കൊന്നും മിക്കതിനും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 1-2 വർഷമായിട്ട് നിരവധി സൗണ്ട് ബാറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സൗണ്ട് ബാറുകളിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾ ഏത് മോഡലാണ് വാങ്ങിയെന്ന് കൂടി പറയണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് EARC കേബിൾ അല്ലെങ്കിൽ HDMI ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി, അതും കൂടി ഒന്ന് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കാത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതെന്തായാലും സ്വാഗതം ചെയ്യുന്നു. വീഡിയോക്ക് താഴെ ധൈര്യപൂർവ്വം കമൻറ്റായിട്ട് ഇടുക, കഴിവതും മലയാളത്തിൽ കമൻറ്റ് ഇടുക. അപ്പോൾ മറ്റുള്ളവർക്ക് വായിക്കാനത് എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.